കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് അരവിന്ദ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ്. അരവിന്ദ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നാൽ അരവിന്ദ് കണ്ണാശുപത്രി, തിരുനെൽവേലി. ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ്. ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ നമുക്ക് നേരെ ഫ്രണ്ട് ഗേറ്റിലെത്താം. റോഡ് സൈഡിലാണ്. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ട്രെയിൻ മാർഗവും ബസ് മാർഗവും തിരുനെൽവേലി വരാം. ഞങ്ങൾക്ക് പുനലൂരിൽ നിന്ന് രാത്രി 12:20 പാലരുവി, പാലക്കാട്, തിരുനെൽവേലി എക്സ്പ്രസ്സിനകത്ത് കയറിയാൽ 65 രൂപ ടിക്കറ്റ് കൊടുത്താൽ തിരുനെൽവേലി ജംഗ്ഷനിൽ ഇറങ്ങാം. അവിടെ നിന്ന് 100, 60, 50 ഒക്കെ ഓട്ടോ ചാർജ് ചോദിക്കും. നമുക്ക് നടന്നതൊന്നും വേണ്ട. നമ്മൾ ഇറങ്ങി വലത്തോട്ട് നടന്നാൽ ബസ് കിട്ടും. ബസ് സ്റ്റോപ്പാണ്. അവിടെ ബസ് സ്റ്റാൻഡാണ്. അവിടെ ബസ്സുകൾ കിടക്കും. ഈ ബസ്സിൽ കയറിയാൽ നമുക്ക് അവിടെ എത്താം. അതായത് ബസ് നമ്പർ 1, 2, 3 ഇങ്ങനെയാണ് ബസ്സുകൾ ഓടുന്നത്. ഇതിൽ 1ഉം 2ഉം ബസ്സുകളിൽ കയറിയാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. ഒരു പൈസയും കൊടുക്കണ്ട. പക്ഷേ പുരുഷന്മാർക്കാണെങ്കിൽ 10 രൂപ കൊടുക്കണം. നമ്മളതിനകത്ത് കയറി അരവിന്ദിൽ പോകാനാന്ന് പറഞ്ഞാൽ അവർ അരവിന്ദിൻ്റെ വാതിലിൽ നമ്മളെ ഇറക്കി വിടും. അപ്പോഴും ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അതായത് 4:30 മണിയാവും. 5:30 മണിക്ക് ഗേറ്റ് തുറക്കൂ. ഈ ഗേറ്റിൻ്റെ വാതിലിൽ നിൽക്കുന്ന 100% ആൾക്കാരും കേരളത്തിൽ വന്നവരായിരിക്കും. അവർ മുഴുവനും, അതായത് 1000-ഓളം പേഷ്യൻസ് കാണും. അവർ മുഴുവനും അരവിന്ദ് ഹോസ്പിറ്റലിൽ പോകാൻ ഫ്രണ്ട് ഗേറ്റിൽ ഇങ്ങനെ കാത്തു നിൽക്കും. ഗേറ്റ് 5:30 ആകുമ്പം തുറക്കുമ്പം ഒരൊറ്റ ഓട്ടമാണ്. എന്തിനാണെന്നറിയുമോ? ഈ ഓട്ടം ടോക്കൺ എടുക്കുന്നതിന് വേണ്ടി. ടോക്കൺ അവിടെ വിതരണം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ കണക്ക് ടോക്കണല്ല. ഗ്ലാസിൻ്റെ, അതായത് കണ്ണടയുടെ ഒരു ഗ്ലാസ്സിനകത്ത് ടൈം എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്. 7:15 മുതൽ 7:30 വരെ, 7:31 മുതൽ 7:45 വരെ, 7:45 മുതൽ 8 മണി വരെ. ഇങ്ങനെ സമയക്രമം വഴിയ ടോക്കണാണ്. ഈ ടോക്കൺ കിട്ടണമെങ്കിൽ നമ്മൾ ആധാർ കാർഡ് കാണിക്കണം, വയസ്സ് തെളിയിക്കുന്നതിന് വേണ്ടി. അതായത് എന്തിനെന്ന് ചോദിച്ചാൽ 50 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഇവിടെ ഫ്രീ ചികിത്സയുള്ളൂ. അതല്ലാത്തവർക്ക് അവരുടെ തന്നെ അതിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ പൈസ കൊടുത്ത് ചികിത്സിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോഴവർ പറയും, നിങ്ങൾക്ക് പെട്ടെന്ന് പോകാം, ഇവിടെ ഇപ്പോൾ ഡോക്ടർമാരില്ല, 4 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, അതുകൊണ്ട് അപ്പുറത്ത് പോയാൽ 100 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് പോകാമെന്ന് പറയും. പക്ഷേ പോകരുത്. അവിടെ ഈ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ്മെൻറ്റിന് ഫുള്ളും നമ്മൾ പൈസ അടച്ചെങ്കിലേ മതിയാവൂ. അതുകൊണ്ട് യാതൊരു കാരണവശാലും നമ്മൾ അവിടെ ചെല്ലുന്നവർ അവർ പറയുന്നത്, ഡോക്ടർമാർ 4 മണിക്കൂറേ ഉള്ളെന്ന് പറയുകയാണെങ്കിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയുക. പക്ഷേ ഡോക്ടർമാരകത്തുണ്ട്, അവർ നമ്മളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. സിസ്റ്റർമാരാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ക്യാൻറ്റീൻ വളരെ വൃത്തിയും വെടുപ്പും ഒക്കെയുള്ള ഒരു ക്യാൻറ്റീൻ. ഒരു മസാല ദോശയ്ക്ക് വെറും 30 രൂപ, ഒരു സെറ്റ് പൂരി 30 രൂപ, ഒരു സെറ്റ് ദോശ, അപ്പം, മറ്റെല്ലാത്തിനും 30 രൂപ വീതം. ഒരു ഊണിനാണെങ്കിലോ വെറും 60 രൂപ. നല്ല അടിപൊളി ഭക്ഷണം, സാമ്പാറും പരിപ്പും 2-3 കൂട്ടം കറി ഒക്കെ ആയിട്ട് നല്ല വൃത്തി. ആ വൃത്തിക്ക് കൊടുക്കണം. ക്യാൻറ്റീനിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, പുറത്തുള്ള ഹോട്ടലിലെ അല്ല. ക്യാൻറ്റീനിൽ നമ്മൾ പോയി വെറും 60 രൂപയ്ക്ക് നമുക്ക് ആ ഭക്ഷണം കിട്ടും. അത് കഴിഞ്ഞിട്ട് 7:15 നമ്മൾ കാപ്പിയൊക്കെ കുടിച്ച് ഫ്രഷായിട്ട് വന്നിരിക്കും. 6 മണിക്കാണ് നമുക്ക് ടോക്കൺ കിട്ടിയത്. ഈ ടോക്കണും കൊണ്ട് നമ്മൾ വെളിയിലിരിക്കുകയാണ്. വെളിയിൽ നിന്ന് 7:15 ആകുമ്പോൾ സിസ്റ്റർമാർ വന്ന് നമ്മളെ അകത്തോട്ട് കടത്തി വിട്ട് ആദ്യം 7:15 മുതൽ 7:30 വരെയുള്ള 10 പേഷ്യൻറ്റിനെ രജിസ്ട്രേഷന് വേണ്ടി കടത്തിവിടും. ആ 10 പേരെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് അവിടെ ഇരുത്തും. സിസ്റ്റർമാർ വന്ന് വിളിച്ചകത്ത് കൊണ്ടുപോകുമ്പം അടുത്ത 7:30 മുതൽ 7:45 വരെയുള്ള 10 പേഷ്യൻറ്റിനെ വിളിക്കും. അവരെ അകത്ത് കടത്തിയതിന് ശേഷം ഓരോ ചെക്കപ്പ്. ആദ്യം അവരോട് ചോദിക്കും, നിങ്ങൾ ഒരു എന്തിനെല്ലാം ചികിത്സ ചെയ്തിട്ടുണ്ട്, കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഡീറ്റെയിൽസ് എഴുതി വാങ്ങിയിട്ട് അടുത്ത് 4 സ്ഥലത്ത് കണ്ണിൻ്റെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് 5ാമത്തെ സ്ഥലത്ത് ചെന്നിട്ട് കണ്ണിൻ്റെ പ്രഷറും മറ്റ് സംഭവങ്ങളും ഒക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നത്. ആ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്ന് അവിടെ വെച്ച് ഡോക്ടറും കൂടെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഓരോ സെഷനിലോട്ട്, അതായത്
തിമിരമാണെങ്കിൽ അങ്ങനെ, പ്രഷർ കൂടിയതാണെങ്കിൽ അങ്ങനെ, ലേസർ ചെയ്യാൻ ആണെങ്കിൽ അങ്ങനെ വേർതിരിച്ച് വിടും. അതാണ് ചികിത്സാ രീതി. അത് കഴിഞ്ഞ് നമുക്ക് പുറത്ത് പോകാം. അതുവരെ നമുക്ക് പുറത്തിറങ്ങിയാൽ സെക്യൂരിറ്റി നമ്മളെ അകത്തോട്ട് കടത്തി വിടത്തില്ല. പിന്നെ ഇവിടെയുള്ളൊരു സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും പേഷ്യൻറ്റിനെ അല്ലാതെ മറ്റാരെയും അകത്ത് കടത്തി വിടാറില്ല. ഇത്രയും